ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞങ്ങളിതാ ഇവിടെ കൊല്ലത്ത് കരുനാഗപ്പള്ളിയിലാണ് വീട്. അവിടെ വീട്ടിലെത്തി കേട്ടോ ഞങ്ങൾ. അപ്പോൾ അവരവിടെ ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാനുള്ളതൊക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ബിരിയാണിയാണ് ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നത് ഉച്ചയ്ക്ക്. പിന്നെ അവിടെ നിന്ന് മക്കൾ എല്ലാവരും നല്ല കളിയിലാണ്. കാരണം ഞങ്ങൾ അങ്ങോട്ടേക്ക് എനിക്ക് തോന്നുന്നു ലച്ചൂട്ടി ഉണ്ടായതിനു ശേഷം ഞങ്ങൾ പോയിട്ടേ ഇല്ല. അപ്പോൾ ലച്ചുമോൾ ആദ്യമായിട്ടാണ് കേട്ടോ അവിടെ പോകുന്നത്. പിന്നെ മോൻ പിന്നെ പോയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അവർ നല്ല കളിയിലാണ്. അതിന് ശേഷം ഞങ്ങളൊരു വൈകുന്നേരം ആയപ്പോൾ അവിടെ അഴീക്കൽ ബീച്ചിലോട്ട് പോയിട്ടോ. ഞങ്ങൾക്ക് വേറെ എവിടെയും പോകാനുള്ളൊരു ടൈമും ഉണ്ടായിരുന്നില്ല. പിന്നെ എത്രയും നേരം ട്രാവൽ ചെയ്ത ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ രാത്രി കുറച്ച് നേരത്തെ കിടക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട്, കാരണം പിറ്റേ ദിവസം ട്രാവൽ ചെയ്യാനുള്ളതാണല്ലോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ തൊട്ടടുത്തുള്ള അഴീക്കൽ ബീച്ചിലേക്കാണ് കേട്ടോ പോയത്. അപ്പോൾ പോകുമ്പോൾ ഉള്ളൊരു സീനാണ് കേട്ടോ. അവിടെ എവിടെ നോക്കിയാലും ഈ കൊല്ലം ട്രിവാൻഡ്രം ആ സൈഡിലൊക്കെ എവിടെ നോക്കിയാലും ഫുള്ള് അമ്പലങ്ങളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഈ വ്യൂ ഒന്നും എന്താ പറയുക അങ്ങനെ സ്കിപ്പ് ചെയ്ത് പോകാൻ തോന്നിയില്ല കേട്ടോ. ഞാൻ അതുകൊണ്ട് ആഡ് ചെയ്തതെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ബോറടിപ്പിക്കുന്നതായിട്ട് തോന്നുന്നുണ്ട് സ്കിപ്പ് ചെയ്ത് പോവാം കേട്ടോ. നമ്മളങ്ങനെ അഴീക്കൽ ബീച്ചിലോട്ട് പോകുമ്പോൾ കാണുന്ന ഒരു ബ്രിഡ്ജാണ് കേട്ടോ ഇത്. ഇതിന് മറ്റെന്തെങ്കിലും പേരുണ്ടോ എന്നുള്ളത് എനിക്കറിയത്തില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയെങ്കിൽ കമൻറ്റ് ബോക്സിലിടുക കേട്ടോ. ഞങ്ങൾ അങ്ങനെ എന്താ പറയുക സൈഡായിട്ടൊന്നും നിർത്തുക അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ പോയിട്ടുള്ളൂ. കാരണം ഞങ്ങൾ ബീച്ചിൽ പോകാമെന്നുള്ളതായിരുന്നു കേട്ടോ ലക്ഷ്യം. അതുകൊണ്ടാണ് നിർത്തുകയൊന്നും ചെയ്യാതിരുന്നത്. പിന്നെ എന്തായാലും നല്ലൊരു വ്യൂ ആണ് കേട്ടോ. ഇതിൻ്റെ വേറൊരു വീഡിയോ എൻ്റെ അടുത്തുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഷോർട്ട് ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണാവുന്നതാണ്. സൺസെറ്റ് ആവാനായതുകൊണ്ട് തന്നെ നല്ലൊരു വ്യൂ ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ആ കാണുന്നതാണ് ലൈറ്റ് ഹൗസ്. ഞങ്ങൾ അതിൽ കയറാമെന്ന് വിചാരിച്ചിട്ടാണ് തിരക്കിട്ട് പോയത്. പക്ഷേ അവിടെ എത്തിയപ്പോഴേക്കും അത് ആ ചേച്ചി പോവുകയാട്ടോ ചെയ്തത്. കാരണം കറക്റ്റ് ടൈമിങ് ഞങ്ങൾ എന്തോ 2 മിനിറ്റ് അങ്ങനെ നേരം വൈകിട്ടുള്ളൂ. പക്ഷെ അവർ പറഞ്ഞ് അങ്ങനെ പറ്റത്തില്ല എന്ന്. അതുകൊണ്ട് ഞങ്ങളെല്ലാവരും അവിടെ നിന്ന് വേറെ സൈഡ് മാറിയിട്ട് വേറൊരു സ്ഥലത്ത് പോയി ഇറങ്ങി കേട്ടോ. അവിടെ പിന്നെ കുറച്ച് എന്താ ഫെസ്റ്റായിട്ടുണ്ടായിരുന്നു കാണാനൊക്കെ. അപ്പോൾ ഇവരെല്ലാവരും കൂടി ഈ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഞങ്ങളങ്ങനെ അങ്ങോട്ട് നടന്നു പോവുകയാണ് കേട്ടോ ചെയ്തത്. ഞങ്ങളവിടെ ബീച്ചിലെത്തിയപ്പോഴേ തന്നെ കുതിരകൾ സഫാരി ചെയ്യുന്ന ഒരു ഇതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ സച്ചിമോൻ ഊട്ടിയിൽ പോകുന്ന സമയത്ത് ഇങ്ങനെ കുതിരപ്പുറത്ത് കയറണമെന്ന് പറയുമായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് അന്നപ്പോൾ അതിന് പറ്റാത്തതിനോട് കയറ്റിയിട്ടില്ലായിരുന്നു. പിന്നെ ഇവിടെ എത്തിയപ്പോഴും ചെറിയൊരു കുതിരയാണ്. അപ്പോൾ അവർ സച്ചിമോൻ കയറണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളങ്ങ് കയറ്റി കേട്ടോ. ആദ്യം സച്ചുവും ലച്ചുവും കൂടി പോയി. പിന്നെ ലച്ചുമോൾ ഇറങ്ങാനാകുമ്പോൾ കുറച്ച് കരഞ്ഞായിരുന്നു കേട്ടോ. എന്താണെന്നറിയത്തില്ല, അവൾ കുറച്ച് സെൻറ്റിയായി കരഞ്ഞു. അത് കണ്ടപ്പോൾ അന്നൂസിന് പേടിയായി. പിന്നെ അവൻ കയറിയില്ല. അപ്പോൾ അർച്ചും സച്ചൂട്ടനും കൂടി പിന്നെയും കയറി കേട്ടോ. സത്യം പറഞ്ഞാൽ ലോട്ടറി അടിച്ചത് സച്ചൂട്ടനാണ് കേട്ടോ. 2 പ്രാവശ്യം കയറേണ്ട ഒരു സ്ത്രീന് കിട്ടി അവന്. അർച്ചുവിന് പിന്നെ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. ആൾ കയറി ടാറ്റയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ സച്ചൂട്ടെ, അവനും കയറി എന്തായാലും ചെറിയ കുട്ടി ആയതുകൊണ്ട് സച്ചൂട്ടിനെ കൂടി ഒന്ന് ജസ്റ്റ് കയറ്റിയാണ് ബാക്കോട്ടിട്ടും വീണ് പോയാലോ എന്ന് വിചാരിച്ചിട്ട് അവനെയും കൂടി കയറ്റിയതാണ്. അങ്ങനെ ഞങ്ങൾ അവർ പോയി വരുമ്പോഴത്തേക്ക് ഞങ്ങൾ കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടോ. അങ്ങനെ കുതിരപ്പുറത്തുള്ള സഫാരിയൊക്കെ കഴിഞ്ഞെത്തിയപ്പോഴേക്കും കിഡ്സ് എല്ലാവരും കൂടി കളിക്കുന്ന പങ്ക വാങ്ങിക്കാനും അങ്ങനെ പല കാര്യങ്ങൾക്കായിട്ട് നീങ്ങിയിട്ടോ. അപ്പോൾ അത് കണ്ടപ്പോഴേക്കും പിന്നെ എല്ലാവരും അങ്ങോട്ട് ചെന്നു ഓരോ കളിക്കുന്നതൊക്കെ നോക്കി. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ വേറെ സീനായിട്ടൊന്നും പറയാനൊന്നുമില്ല. ഞങ്ങൾ പിന്നെ കുറച്ച് ഫോട്ടോ എടുത്ത് അവർ പോകുന്ന ഫോട്ടോയൊക്കെ എടുത്ത് അങ്ങനെയൊക്കെ തന്നെ. പിന്നെ കുറച്ചുകൂടി ഒന്ന് ഇരുടായപ്പോഴേക്കും ഞങ്ങൾ കടലിലേക്ക് ഇറങ്ങാനുള്ള ഒരു ഇതായിട്ടോ. അപ്പോൾ എന്താണ് അഭിയേട്ടനും മക്കളും ഇരുന്ന സമയത്ത് 2 പേർക്കും പോകണമെന്നുണ്ടായിരുന്നു. അപ്പോൾ സച്ചുവിനും ലച്ചുവും ഞാനും കൂടി ഒന്ന് ബീച്ചിൽ ഇറങ്ങി കാലൊക്കെ ഒന്ന് നനഞ്ഞു. പിന്നെ ജിസ്ന അവളുടേതായ ഷൂട്ടിങ്ങിലും കാര്യങ്ങളിലൊക്കെയാണ്. കുറേ ഞാൻ ഫോട്ടോ എടുത്തെടുത്ത് പിന്നെ എനിക്ക് വ്ളോഗ് എടുക്കാനുള്ളതിനാണ് ഞാൻ പോകുന്നത്. പിന്നെ കുറേ അശ്വതി ഫോട്ടോ എടുത്ത് അങ്ങനെ ഞങ്ങൾ അന്നത്തെ ആ സായാഹ്നം ബീച്ചിൽ ആടിത്തിമർത്തു കേട്ടോ. പിന്നെ എല്ലാവരും കുറച്ച് ഐസ്ക്രീമൊക്കെ വാങ്ങി. അങ്ങനെ ഞങ്ങൾ പിന്നെ ഇങ്ങ് പോരുകയാണ് കേട്ടോ ചെയ്തത്. വീട്ടിലോട്ട് പോന്നു.
വീട്ടിലെത്തിയതിന് ശേഷം ഒന്ന് ഫ്രഷായി, കാരണം ബീച്ചിലൊക്കെ പോയി ഡ്രസ്സൊക്കെ നനഞ്ഞ് ചീഞ്ഞ് നിൽക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളൊക്കെ ഫ്രഷായി. അതിന് ശേഷം സാന്റാക്ലോസ് കരോളുണ്ടായിരുന്നു. അപ്പോൾ കരോൾ ടീം വന്നപ്പോൾ മക്കൾ നല്ല സന്തോഷത്തിലാണ്, അവരാടി തിമിർത്ത് കേട്ടോ. അത് കഴിഞ്ഞ് രണ്ടാമതൊരു കരോൾ വന്നപ്പോൾ അച്ഛന്മാരുടെ കയ്യിൽ ചെറിയ ലാപ്ടോപ്പ് കണ്ടപ്പോൾ സാന്റ ആകെ സ്തംഭിച്ച അവസ്ഥയിലായിട്ടോ. പിന്നെ ഞാൻ പറഞ്ഞത് ജസ്റ്റ് ഒരു ഇത് മാത്രമാണെന്ന് പറഞ്ഞപ്പോഴാണ് അവർ പിന്നെ ഒന്ന് ജോളിയായത്. അപ്പോൾ ഞങ്ങൾക്ക് എന്തായാലും 2 കരോൾ കിട്ടിയിരുന്നു. നമ്മുടെ നാട്ടിൽ ഇതുവരേക്കും കരോളൊന്നും വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ ഇവരിത് ഞങ്ങളവിടെ എത്തിയപ്പോഴേക്കും അവർ പറഞ്ഞു ഒരു 10 കരോളിൻ്റെ മുകളിൽ ഇവിടെ വന്നിട്ടുണ്ടാകും ഇത്രയും ദിവസത്തിനിടയ്ക്ക് എന്ന്. അപ്പോൾ ഞങ്ങൾക്കതൊക്കെ ഒരു ഭയങ്കര സീനായിരുന്നു. അത് കഴിഞ്ഞ ദിവസം പിന്നെ അന്നൂസിൻ്റെ അച്ഛൻ്റെയൊക്കെ കളിക്കുന്ന സാധനമുണ്ട്. അപ്പോൾ ലച്ചുമോളെ എടുത്ത് കുറേ ചാടി അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കളിച്ചു. പിന്നെ ഞങ്ങൾ ഫുഡ് പുറത്തുനിന്ന് വാങ്ങിച്ചായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ച് അന്നത്തെ ദിവസം കഴിഞ്ഞു കേട്ടോ.